ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കൊഞ്ച് റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കും നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ കൊഞ്ച് വാങ്ങിയിട്ടുണ്ട്. അതിനെ നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഒത്തിരി തവണ കഴുകിയെടുക്കണം കേട്ടോ, അതിൽ ചളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ ഞാൻ. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇതിൻ്റെ മോൾ ഭാഗം ആദ്യം ഇതിൻ്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മോൾ ഭാഗം ഇതുപോലെ ഒന്ന് അടർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഒരു നേക്കിൽ സാവധാനം ചെയ്താൽ മതി. കണ്ടോ, ഇതുപോലെ ഒന്ന് അടർത്തി കഴിഞ്ഞാൽ 2 സൈഡും ഒന്ന് അടർത്തിയെടുക്കുക. ഇനി ഇതിൽ മോൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇതുപോലെ ഒന്ന് നടുവായി ഒന്ന് കീറി കൊടുക്കുക. ഇതുപോലെ കീറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു കറുപ്പ് കളർ നാരുണ്ട്, അത് എടുക്കണം. കണ്ടോ, ഇതെടുത്തു കഴിഞ്ഞ് ഇങ്ങനെയാണ് കൊഞ്ച് ക്ലീൻ ചെയ്തെടുക്കുന്നത്. നന്നായി കഴുകി വൃത്തിയായിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. ഇനി ഇതിലേക്ക് ഒരു പാത്രത്തിൽ ചുടുവെള്ളം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നന്നായി തിളപ്പിച്ചെടുക്കുക. ആ തിളച്ച വെള്ളത്തിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊഞ്ചിനെ ഒന്ന് അതിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം, ആ ചൂടുവെള്ളത്തിൽ. ഇനി ഇത് കൊഞ്ചിട്ട ശേഷം ഒന്ന് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തിളച്ച വെള്ളമായാൽ മാത്രം മതി. ഒന്ന് കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും നന്നായി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കണ്ടോ, നന്നായി ഒന്ന് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് തിരിച്ച് മറിച്ച് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഫ്രഷായി കിട്ടും, സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിനെ ഒന്ന് മാരിനേഷൻ ചെയ്തെടുക്കണം. അതിന് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും, ഒരു നാരങ്ങയുടെ പകുതി, ഇതെല്ലാം കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി കൊഞ്ച് ഫ്രൈ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് കൂടുതൽ വേകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് കൂടുതൽ ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആവും കടിക്കുമ്പോൾ ഈ കൊഞ്ചൊക്കെ. അപ്പോൾ ഒരു പദം വേണം കടിക്കുമ്പോൾ. അപ്പോൾ ഒരു 1/2 വേവ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ആകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി അതേ സെയിം എണ്ണയിൽ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. ഇനി ഒരു 5 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് അതും കൂടി ചേർക്കാം. ഇനി ഒരു 3 പച്ചമുളക് അതും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നന്നായി ഒന്ന് ഇതൊന്ന് ഒരു ഗോൾഡൻ കളർ ആവണം. അതുപോലെ 3 സവോള പൊടിയായി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി എണ്ണയിൽ കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ല മണമൊക്കെ വരും. കാരണം ഇത് അത്രയും ഗോൾഡൻ കളറായി നന്നായി വറുത്തെടുക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല രുചി കിട്ടുക. ഇത് റോസ്റ്റ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കസ്കസ് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. ഇനി നന്നായി പഴുത്ത ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്, അത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യും. അപ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആകുമ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. തണുത്ത ശേഷം ജാറിലൊന്ന് അരച്ചെടുക്കണം. പേസ്റ്റ് രൂപമൊന്നും ആവണ്ട, ഒരു തരി എന്നുള്ള ആ ഒരു പദത്തിൽ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇനി സെയിം എണ്ണയാണ് ഞാൻ എടുക്കുന്നത്, കൊഞ്ച് വറുത്ത എണ്ണ തന്നെയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. കാരണം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം.
ഇതിങ്ങനെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ വഴണ്ട് വരുമ്പോൾ ഈ എണ്ണയൊക്കെ മുകളിൽ ഊറി വരണം. അപ്പോൾ അത്രയും ഇത് എന്താ പറയുക, ഈ അത്രയും വഴറ്റും തോറും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി അതേപോലെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും ചേർത്ത് വഴറ്റിയെടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് എണ്ണ നല്ലപോലെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ചും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ഈ ഫ്രൈ ചെയ്തെടുത്ത കൊഞ്ച് ചേർക്കുന്നത് കട്ടായി പോയിട്ട്, അതുകൊണ്ട് അതിൽ കാണുന്നില്ല. അപ്പോൾ ഇനി അതിൽ കുറച്ച് മല്ലിത്തഴയും കൂടെ ചേർത്ത് കൊഞ്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ എണ്ണയിൽ തന്നെ നന്നായി ഒന്ന് വഴണ്ടി കിട്ടും. നല്ല ടേസ്റ്റാണ്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ചുകൂടി ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉപ്പ് എരിവൊക്കെ നോക്കിയിട്ടിടണം. അതും പറഞ്ഞ് കൂടുതൽ എരിവ് ചേർക്കരുത്. ഇത് എരിവ് കറക്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം അവിടെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. നല്ല മണവും രുചിയാണ് ഈ കുരുമുളക് പൊടി ലാസ്റ്റ് ചേർക്കും. ഇനി കുറച്ച് മല്ലിത്തഴയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പൈസിയും ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും വീട്ടിൽ ഉറപ്പായി ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ആപ്പത്തിനും ചപ്പാത്തിക്ക് ബ്രെഡിൻ്റെ കൂടെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.